പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഏപ്രിൽ മാസം 3-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് ആ കർത്താവ് നടത്തി, എത്ര ശ്രേഷ്ഠകരമായിട്ട് കർത്താവ് നടത്തി. ആ കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം തന്ന നല്ല ഉറക്കത്തിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. അത്ഭുതകരമായി ഈ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്താൻ പോവുക, ജയോത്സവമായി നടത്താൻ പോവുക, ശ്രേഷ്ഠമായി നടത്താൻ പോവുക. അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. അപ്പാ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ നന്ദി, അങ്ങയുടെ വാത്സല്യം ഓർക്കുമ്പോൾ നന്ദി, അങ്ങയുടെ കൃപകൾ ഓർക്കുമ്പോൾ നന്ദി. 28-ാം സങ്കീർത്തനം 6-ാം വാക്യം പറയുന്നു, യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, കർത്താവിൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. 7-ാം വാക്യം, യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു, എൻ്റെ ഹൃദയം കർത്താവെങ്കിൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു, അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ പ്രത്യേക ഇടപെടൽ ഇന്നത്തെ പകൽക്കാലം ഉണ്ടാകുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ഫേവർ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. എല്ലാ റുമറ്റോയിഡ് ആർത്രൈറ്റിസുകളും ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. ജോയിൻറ്റ് സ്വെല്ലിങ്ങുകൾ സൗഖ്യമാകട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ. ജോയിൻറ്റ് പെയിനുകൾ മാറിപ്പോകട്ടെ. അവൻ ആർത്രൈറ്റിസ് വന്ന് വളഞ്ഞുപോയ അസ്ഥികൾ യേശുവിൻ്റെ നാമത്തിൽ നിവർന്നു വരട്ടെ. അതുപോലെ നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലംസും ഇപ്പോൾ പരിഹരിക്കപ്പെടട്ടെ. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. തലമുറകൾ ഇല്ലാതിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ പോരായ്മകൾ യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. ആമേൻ. എന്ത് കാരണത്താലാണോ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന ആ പ്രശ്നം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പരിഹരിക്കപ്പെടട്ടെ. അത്ഭുതം സംഭവിച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതുപോലെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദാസിദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രത്യേക കൃപയുണ്ടാകണം. അതുപോലെ കർത്താവേ, ജോലിയില്ലാത്തവർക്ക് കർത്താവ് വഴി തുറന്നു കൊടുക്കണം. കർത്താവ് ഇന്നലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. ഇന്നത്തെയും മീറ്റിങ്ങിനെയും നാളത്തെ സഭായോഗത്തെയും ശ്രേഷ്ഠമാക്കി തീർക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വം പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കാനുള്ളത്, ഇന്ന് വൈകിട്ടും നമുക്ക് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. ഇന്ത്യൻ സമയം ആമേൻ 9 മണിയോടുകൂടെ ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് ആരംഭിക്കും. കർത്താവ് അനുവദിച്ച നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:15 ആമേൻ നമ്മുടെ സഭായോഗവും ആരംഭിക്കും. പ്രാർത്ഥിക്കുക. 2 മീറ്റിങ്ങുകളുടെയും അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും 2 മീറ്റിങ്ങിലും നിങ്ങൾ പങ്കെടുക്കുകയും ചെയ്യുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചനയായി തന്നിരിക്കുന്നത്. ഹീബ്രൂസ് ചാപ്റ്റർ 12:24. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ആമേൻ. ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഓർക്കുക, യേശുവിൻ്റെ രക്തം ഇന്നും സംസാരിക്കുന്നു. യേശുവിൻ്റെ രക്തം സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ രക്തത്തിൽ ജീവനുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ആ രക്തത്തിൽ ജീവനുള്ളത്? യേശു ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ രക്തവും ഇന്നും ജീവിക്കുന്നു. യേശുവിൻ്റെ രക്തവും നമുക്ക് വേണ്ടി ഇന്നും സംസാരിക്കുന്നു. ആ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പറയുന്നത് ഹാബേലിൻ്റെ രക്തത്തേക്കാൾ. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 4-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിലാണ് അവിടെ ഹാബേലിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുന്നത്. അവൻ യഹോവയായ ദൈവം ഹാബേലിൻ്റെ സഹോദരനായ കയീനോട് പറയുന്നു. അതിന് അവൻ അരുളി ചെയ്തു, നീ എന്ത് ചെയ്തു? നിൻ്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം
ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. അപ്പോൾ ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുക. എന്താ നിലവിളിക്കുന്നത്? ജ്യേഷ്ഠൻ എന്നെ കൊന്നുകളഞ്ഞു, ജ്യേഷ്ഠൻ എന്നോട് അനീതി ചെയ്തു, ജ്യേഷ്ഠൻ എന്നോട് തിന്മ ചെയ്തു എന്നാണ് അനുജൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നത്. വേദപുസ്തകം പറയുക, ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ബെറ്റർ തിങ്സ് ആണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ രക്തം എന്താ പറയുന്നത്? യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, അതാണ് ഇന്ന് യേശുവിൻ്റെ രക്തം നമ്മളിൽ നിന്ന് അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ രക്തം നമ്മളിൽ നിന്ന് സംസാരിക്കുക. യേശുവിൻ്റെ രക്തം അവൻ സ്വർഗത്തിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നത് പോലെ തന്നെ അന്ധകാര മണ്ഡലങ്ങളിലും അവൻ ഇരുട്ടിൻ്റെ ശക്തികളുടെ മുകളിലും യേശുവിൻ്റെ രക്തം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഈ പ്രഭാതത്തിൽ ഞാൻ മുദ്രയിടുന്നു. നിങ്ങളിൽ നിന്നും യേശുവിൻ്റെ രക്തം സംസാരിക്കുകയാണ്. അവൻ യേശുവിൻ്റെ രക്തം അല്ലെങ്കിൽ യേശുവിൻ്റെ മരണം മുഖാന്തരം നമുക്ക് ലഭിച്ചതായ നന്മകളെയാണ് യേശുവിൻ്റെ രക്തം നമ്മളിൽ വസിച്ച് അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ യേശുവിൻ്റെ രക്തം ഏത് മരുന്നിനേക്കാളും, ഏത് സിറപ്പിനേക്കാളും, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബാമിനേക്കാളും വലുതും ഫലപ്രദവുമാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം. അവൻ നമ്മൾ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തോട് പങ്കാളികളായിത്തീരുക, അല്ലെങ്കിൽ ഓഹരിക്കാരായിത്തീരുക. ഹല്ലേലൂയ. അവൻ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഭേദമാകാനാകാത്ത ഏത് തരത്തിലുള്ള രോഗങ്ങളാൽ നിങ്ങൾ കഷ്ടപ്പെടുന്നുവെങ്കിലും അവൻ യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ രോഗശാന്തിയെക്കുറിച്ച് സംസാരിക്കുന്നു. കാരണം നിങ്ങളിൽ തളിക്കപ്പെട്ടിരിക്കുന്നതായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ രോഗശാന്തിയെക്കുറിച്ച് സംസാരിക്കുക. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ആ കൈകൾ ഉയർത്തി ഒന്നുകൂടെ പറഞ്ഞ്, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിനായി നന്ദി. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിനായി നന്ദി. അപ്പോൾ നമ്മുടെ നന്മകളെക്കുറിച്ചാണ് യേശുവിൻ്റെ രക്തം പറയുന്നത്. കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തം വിളിച്ചു പറയുന്നു, ഇവൻ ദൈവത്തിൻ്റെ നീതിമാനാകുന്നു, ഇവൻ ദൈവത്തിൻ്റെ നീതിമാനാകുന്നു, ഇവൻ ദൈവത്തിൻ്റെ നീതിമാനാകുന്നു. ഒരു നീതിമാൻ്റെ അവകാശങ്ങളെല്ലാം ഇവൻ്റെ അവകാശമാകുന്നു. ഒരു നീതിമാൻ്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അത് മുഴുവനും ഇവൻ്റെ അനുഗ്രഹമാകുന്നു, അല്ലെങ്കിൽ അവകാശമാകുന്നു എന്നാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെക്കുറിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെ നിങ്ങൾ മുദ്ര വെക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്കൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ മുകളിലൊക്കെ യേശുവിൻ്റെ രക്തം നിങ്ങൾ മുദ്ര വെക്കുമ്പോൾ, ആ രക്തം അവിടെ നിന്ന് വിളിച്ചു പറയും, ഇവൻ സൗഖ്യമാകാൻ യോഗ്യനായവനാണ്, ഇവൻ അനുഗ്രഹിക്കപ്പെടാൻ യോഗ്യതയുള്ള വ്യക്തിയാണ്. കാരണം യേശുവിൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തം പോലല്ല. യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങളെ, വലിയ കാര്യങ്ങളെ സംസാരിക്കുന്നു. ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്നതോർത്ത് നമുക്ക് ഒരിക്കലൂടെ സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങ് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് മേടിച്ചതിന് സ്തോത്രം. യേശുവിൻ്റെ രക്തം ഇന്നും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന് സ്തോത്രം. ഈ യേശുവിൻ്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നതിന് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തിരി പോലെ വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ശത്രുവിൻ്റെ പദ്ധതികൾക്കെതിരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം. മറന്നു പോകരുത്. അതുകൊണ്ട് ഓർക്കുക, ആ രക്തത്തെക്കുറിച്ച് സംസാരിക്കുക. ആ രക്തം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപയോഗിക്കുക. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.